റോഷനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സംവിധാനം ചെയ്യും, എഴുതും, ബാക്കിയൊക്കെ ചെയ്യുമ്പോൾ എഴുതുന്നൊന്നും ഞാൻ എഴുതും. ഞങ്ങൾ പറയില്ല ദർശനം, എഴുതും. നീ സമ്മതിച്ചേ പറ്റുള്ളൂ, എഴുതും. വെറുതെ. അപ്പം കഥാപാത്രങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? റോഷനിലേക്ക് വരുന്ന കഥാപാത്രങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് എന്നെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മെയിൻ ചോദ്യം. അപ്പോൾ എക്സൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് കാരണം കൊണ്ട് എന്നുള്ളതിൽ മാത്രം. കാരണങ്ങൾ ചിലപ്പോൾ പലതായിരിക്കും. ചിലപ്പോൾ ഒരു സിനിമ ചെയ്യാനുള്ള താല്പര്യം ചിലപ്പോൾ ഒരു കഥാപാത്രം പോലും ആവില്ല. ചിലപ്പോൾ ആ സിനിമ ചെയ്യുന്ന മറ്റാൾക്കാരായിരിക്കും, അല്ലെങ്കിൽ കൂടെയുള്ള ആക്ടേഴ്സ് ആയിരിക്കാം. കഥാപാത്രത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഏത് ചെയ്യണം എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏത് ചെയ്യണ്ട എന്നുള്ളതിൽ മാത്രമാണ് എനിക്ക് ക്ലാരിറ്റി ഉള്ളത്. അത് എനിക്ക് ആദ്യം തന്നെ മനസ്സിലാവും. ഇപ്പം ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളൊരു പരിപാടി കൊണ്ട് മാത്രം എന്നെ ഈ സാധനം ചെയ്യാൻ വിളിക്കുന്നു. അപ്പോൾ അവർക്ക് ആവശ്യം ഞാൻ ആ നേരത്തെ ചെയ്ത ക്യാരക്ടറിനെയാണ്. അപ്പോൾ എനിക്കത് ചെയ്യാനുള്ള താല്പര്യം പോകും. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇമേജ് ഇന്ന ആൾക്കുണ്ട്, അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാം. അത് നല്ല രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. ചില പരിപാടികൾക്ക് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് വരും. പക്ഷെ അതൊക്കെ നമ്മൾ ഭയങ്കര കെയർഫുള്ളി പിക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ നോ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ ക്ലിയർ ആയിട്ടുള്ള റീസൺസ്. യെസ് പറയുന്നത് പല 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 റീസൺസ് കാരണമാണ്. ഇപ്പം മമ്മൂക്ക തന്നെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ചാൻസ് ചോദിക്കും, കാണുമ്പോൾ ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്താണ് തോന്നുന്നത്? റോഷൻ അങ്ങനെ ചെയ്യാറുണ്ടോ? ഞാൻ ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്, അതും ചീറ്റി പോയിട്ടേ ഉള്ളൂ. ബുദ്ധിമുട്ടാണ് മമ്മൂക്കയ്ക്ക്. നമുക്ക് ഒരാളോട് ചാൻസ് ചോദിച്ചാൽ ആ ചോദിക്കുന്ന ആൾക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഒരാളോട് ചാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ആ സമയത്ത് നമുക്ക് തരാൻ ഓഫർ ചെയ്യാൻ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അവരെ ബുദ്ധിമുട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഇടുന്നത്. അതുകൊണ്ട് ഞാൻ ഓഡിഷൻ ചോദിക്കും. അതാകുമ്പോൾ അത്ര പ്രശ്നമില്ല. എന്തെങ്കിലും ഒരു സാധനത്തിൽ ഞാൻ ഓക്കെ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ ഒന്ന് ഓഡിഷൻ ചെയ്യുമോ എന്ന് പറഞ്ഞിടാറുണ്ട്. അല്ലാതെ എനിക്ക് എന്തെങ്കിലും പണി തരുമോ എന്ന് ചോദിക്കുന്നത് കുറച്ച്. എന്തോരം ആക്ടേഴ്സ് ഉണ്ട് ഇവിടെ, എല്ലാവരും ഒരുപാട് കഴിവുള്ളവരാണ്, മാർക്കറ്റ് വാല്യൂ ഉള്ളവരുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരാളെ ആ സ്പോട്ടിൽ ഇടാൻ പാടില്ല. ദർശനയോ? എനിക്ക് ഓഡിഷൻ ചോദിച്ചിട്ടുമില്ല. എനിക്കും ഇതേപോലെ ചോദിക്കാൻ അങ്ങനെ തോന്നാറില്ല. എൻ്റെ വർക്ക് അറിയാം, എന്നെ ഡയറക്ടേഴ്സിന് അറിയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ശരിയാവോ ഇല്ലേന്ന് തോന്നുന്ന ഒരു സമയത്ത് ഞാൻ ഓഡിഷൻ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതും ഐ എം ഷുവർ എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ വെച്ചിട്ട് അത് അറിയുമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഓഡിഷൻ കോൾ കണ്ടാൽ ഞാൻ ഇപ്പോഴും ഞാൻ അത് രസമായിരിക്കും എനിക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഓഡിഷൻ ചെയ്യാൻ ഇപ്പോഴും ചെയ്യാറുമുണ്ട്. പോവാറുണ്ട് അങ്ങനത്തെ. പക്ഷെ ഞാൻ അങ്ങനെ ചാൻസ് ചോദിക്കലില്ല. എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് അല്ലേ നമുക്ക് സിനിമയിലൊന്ന് മുഖം കാണിക്കാം. എനിക്കൊന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സിനിമ തന്നെയാണ്. അതിപ്പോൾ ഏത് ഭാഷയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഒക്കെ. അപ്പം എത്രയോ കുട്ടികൾ ഇതിന് പറയും. അതാണ് ഞാൻ ചോദിച്ചത്, എങ്ങനെ അല്ലെങ്കിൽ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രഗിൾ എങ്ങനെയാണ്? ഓരോരുത്തർക്കും ഓരോന്നാണത്. ഐ ഫീൽ ലൈക്ക് ഇപ്പോൾ പണ്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരിലും അവർ ഇപ്പോൾ കനിയൊക്കെ ഇൻഡസ്ട്രീനെ അന്ന് തൊട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറേ കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഒരു ഇൻഡസ്ട്രി പോലെയല്ല ഇപ്പോൾ ഐ ഫീൽ ലൈക്ക് ഓൾസോ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ വെദർ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് അഭിനയം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കാവുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് തന്നെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓഡിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈസിയാണെന്നല്ല ഞാൻ പറയുന്നത്, നോട്ട് അറ്റ് ഓൾ, വെരി വെരി ഡിഫിക്കൾട്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഐ സ്റ്റിൽ ഫീൽ ദാറ്റ് ദർ ഇസ് പോസിബിലിറ്റീസ് ആർ ദെയർ. ആൻഡ് അത് നമ്മളായിട്ട് എങ്ങനെ ആസ് എൻ ആക്ടർ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ആസ് ആൻഡ് വെൻ യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി അത് വർക്ക് പുട്ട് ഔട്ട് ചെയ്യുക എന്തെങ്കിലും രീതിയിൽ. അല്ലെങ്കിൽ നാടകം ഇതിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ യു ആർ കോൺസ്റ്റൻ്റ്ലി വർക്കിംഗ്. അപ്പോൾ ആ ഒരു വർക്ക് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ സിനിമയിൽ അഭിനയിച്ചാലും ഇല്ലെങ്കിലും നമ്മളൊരു ആക്ടറാണ്, ഇഫ് യു ആർ എൻ ആക്ടർ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക, അത് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതല്ലാണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഡിസ്ഹാർട്ടൻ ആവുന്ന ഒരു വേൾഡാണല്ലോ ഇത്. എപ്പോഴും റിജക്ഷൻസ് ആണ്, എപ്പോഴും അത് നമ്മൾ മോശമായത് കൊണ്ടാവണം എന്നില്ല. നമ്മൾ പല പല കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ഫിറ്റ് ആവുന്ന ഒരു ബോഡി ടൈപ്പ് അല്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ എഴുതി വെച്ച ക്യാരക്ടറിന് ഈ ഒരു മീറ്റർ ഓഫ് സംസാരമല്ല വേണ്ട. അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു സാധനം വരും, അപ്പോൾ അത് ചാടിക്കേറി പിടിക്കുക. അപ്പം നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നല്ല സിനിമകൾ, നല്ല കഥാപാത്രങ്ങൾ, തിരിച്ചറിവ്. ഇപ്പം രണ്ടുപേരും ഹിന്ദിയും തമിഴും അല്ലേ നമ്മുടെ ഭാഷകൾ കടന്നു പോകുന്നു. പക്ഷേ നമുക്കുണ്ടാകുന്ന ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ലേ, അത് ഉണ്ടാവാറില്ലേ? തീർച്ചയായിട്ടും. ഉറപ്പായിട്ടും. അപ്പോൾ അതിനെങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ അതിനെങ്ങനെ ഓവർകം ചെയ്യും?
അതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെയും അത് പേഴ്സണൽ സ്ട്രഗിൾ തന്നെയാണ്. അതിനെ ഓവർകം ചെയ്യാൻ എനിക്കിപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഓരോരുത്തരും നമ്മൾ ഈ ഒരു പടം പ്രൊമോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഓൾറെഡി ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അത് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൊരു സിനിമയൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഭയങ്കര ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ ഇല്ല ഈ സ്ട്രഗിൾസൊക്കെ ഇങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്ന് കുറേ തള്ളിയിട്ടൊന്നും ഒരു കാര്യമില്ല. അത് സ്ട്രഗിൾ ചെയ്ത് തന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തെ അറ്റം വരെ എത്തണം. അത് ഇന്ന ഒരു രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്താൽ ഈ സ്ട്രഗിളൊക്കെ ഇല്ലാതാവുന്നുണ്ടായിരുന്നെങ്കിൽ ആ രീതി കാശിന് വിൽക്കാമായിരുന്നല്ലോ ആർക്കെങ്കിലും ഒക്കെ. അത് വാങ്ങാൻ എത്ര പേര് വന്നേനെ. അപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്തങ്ങ്. കാരണം ഈ അപ്പ് ആൻഡ് ഡൗൺസിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കാതൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മൂത്തോൻ അത്രമാത്രം ചർച്ചയായില്ല എന്ന് തോന്നിയിരുന്നില്ല റോഷൻ? ഇല്ല, എനിക്ക് ആക്ച്വലി ഞാൻ മൂത്തോനിൽ ഞാൻ ഭയങ്കര ഹാപ്പി. ആ സിനിമ ആ സിനിമയിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ്, അതിൻ്റെ ഔട്ട്കം, അത് പോയ ഫെസ്റ്റിവലുകൾ, ഇപ്പം കേരളത്തിൽ പോലും ഇന്നും ആൾക്കാർ എൻ്റെ അടുത്ത് മൂത്തോനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കമ്പാരിസണിൽ മൂത്തോനെ പറ്റി എന്താ എത്ര സംസാരിക്കാൻ എന്നുള്ളൊരു കോംപ്ലക്സ് ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ആക്ച്വലി ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒരു കോംപ്ലക്സ് അല്ല. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കോംപ്ലക്സ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ആ ഒരു സമയത്ത് അത്രയും നല്ലൊരു സിനിമ അല്ല, ഇത്രയും ഫെസ്റ്റിവലിലൊക്കെ പോയി ഒരുപാട് അഭിപ്രായങ്ങൾ കണ്ട നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നിയൊരു സിനിമ അത്രയും ഒരു ചർച്ചയിലേക്ക് വന്നില്ലേ എന്ന് തോന്നി. കാരണം ചില കാലഘട്ടങ്ങളിലെ പ്രശ്നങ്ങളാവാം അല്ലേ? അതിപ്പം ഈ പറഞ്ഞ പോലെ ഓരോ സിനിമയ്ക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഡെസ്റ്റിനി ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരുപാട് സിനിമകൾ ഒട്ടും ആൾക്കാരിലേക്ക് എത്താതെ പോയിട്ടുണ്ട്. അത് അല്ലെങ്കിൽ ഇപ്പോഴും പതുക്കെ എവിടെയെങ്കിലും ആരെങ്കിലും ഏത് സിനിമ കാണണം, നിൻ്റെ 2-3 പടം പറ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ആ പടങ്ങളൊക്കെ തന്നെ എണ്ണി പറയുന്നുണ്ടല്ലോ. അത് ഏറ്റവും പോപ്പുലർ സിനിമകളല്ല ഞാൻ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം കൂടുതൽ ആൾക്കാർ അത് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞല്ലോ, പടം വന്നു കഴിഞ്ഞിട്ടൊരു പോയിന്റിൽ നമുക്കൊരു വിഷമമൊക്കെ തോന്നും. അത് കുറച്ച് കഴിയുമ്പോൾ ഓക്കെ, അത് ഒരു സിനിമയല്ലേ, അത് എന്നേക്കുമായിട്ട് അവിടെ ഉണ്ടാവും. അത് എത്തേണ്ട ഓഡിയൻസിലേക്ക് എപ്പോഴെങ്കിലും അത് എത്തേണ്ടതാണെങ്കിൽ എത്തിക്കോളും. മൂത്തോന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ തോന്നിയില്ലായിരുന്നു. ഓൾസോ ഐ തിങ്ക് അങ്ങനത്തെ ഒരു കാതൽ പോലത്തെ ഒരു പടം വരുന്നത് സിനിമയുടെ ഒരു സക്സസും കൂടിയാണ്. സംവെയർ വി ഓൾ ഫീൽ ലൈക്ക് നമുക്കെല്ലാം അത് നല്ലതല്ലേ. അപ്പോൾ അത് വേറൊരു ആളുടെ ഒരു സക്സസ് മാത്രമായിട്ട് നോക്കി കണ്ടില്ല മേബി കാതല്. അങ്ങനത്തെ ഒരു വിഷയവും കൂടെ ആകുമ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക്. ഇപ്പം ഗീതുവിൻ്റെ കൂടെയും അഞ്ജലി മേനോൻ്റെ കൂടെയും വർക്ക്, എങ്ങനെയാണ് സ്ത്രീ സംവിധായകരുടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഇതെന്താണ്? ഇവർ രണ്ടുപേരും എക്സ്ട്രീംലി ടാലൻറ്റഡ് ഡയറക്ടേഴ്സാണ്. അതിനപ്പുറത്തേക്ക് അവർ സ്ത്രീകളായതുകൊണ്ട് മാത്രം അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂത്തോനിലെ ആ ഒരു ലവ് സ്റ്റോറി അത് അത്രയും സെൻസിറ്റീവായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയത് ഗീതു ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ, അതോ ഇസ് ഇറ്റ് ജസ്റ്റ് ഗീതു ദ റൈറ്റർ ഓർ ഗീതു ദ പേഴ്സൺ? അതുപോലെ ഇപ്പം കൃഷിൻ്റെ തോട്ട്സ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റിയത് അഞ്ജലി മാം സ്ത്രീ ആയതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ക്ലിയർ ആയിട്ടൊരു ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ എനിക്കറിയില്ല അതിനകത്ത് ആ ജെൻഡറിൻ്റെ റോള് ശരിക്കും എന്താണെന്നുള്ളത്. ഇവർ രണ്ടുപേരും ടാലൻറ്റഡ് ഡയറക്ടേഴ്സ് ആണെന്നുള്ളതും അവരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്തപ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായെന്നുള്ളതും മാത്രമേ. ഞാൻ ചോദിച്ചത് അവരുടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസിന് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു എക്സ്പീരിയൻസ്. ഇപ്പം ഞാൻ അഞ്ജലി മാമിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പോയിന്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, കൃഷി ഈ സമയത്ത് എന്തായിരിക്കും ആലോചിക്കുന്നതെന്ന് മാത്രം അഞ്ജലി മാം എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്ന് പറഞ്ഞു പോയിട്ട് അതിന് മുമ്പത്തെ ഷോട്ടും അത് കഴിഞ്ഞിട്ടുള്ള ഷോട്ടും തമ്മിൽ ഞാൻ ഒരു ബെറ്റർ ആക്ടർ ആയതുപോലെ എനിക്ക് തോന്നി. ജസ്റ്റ് ചെവിയിൽ വന്നൊരു കാര്യം പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഒരു ഡയറക്ടർക്ക് ഒരൊറ്റ സെൻറ്റൻസിലൂടെ ഒക്കെ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കഴിവ് തന്നെയാണ്. ആൻഡ് ഫോർ ആൻ ആക്ടർ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് എക്സ്പീരിയൻസ്. അപ്പോൾ അത് എങ്ങനെ ജെൻഡറിലേക്ക് കണക്ട് ചെയ്യണം എന്നുള്ളതിൽ മാത്രമേ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളൂ.